പഴത്തില് ആരും ഇവിടെ കൊണ്ടിട്ടത് പറഞ്ഞ വഴിയിലെ കേട്ടാ ആരെങ്കിലും ഒക്കെ തന്നെ വീഴൂലേ? അമ്മ 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 കള്ളനെ കിട്ടിയമ്മ. അമ്മ ഓടിയമ്മ. കള്ളൻ 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 കള്ള എവിടെയാണ്? കള്ള എവിടെ? എന്നാലും അപ്പൂപ്പ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു കേട്ടോ. മൊത്തം പഴം അപ്പൂപ്പ കഴിച്ച. അയ്യോ മക്കളെ, ഇത് ഞാൻ കഴിച്ചല്ല. ഇത് നിങ്ങളല്ലാതെ ആരാ മനുഷ്യ പഴം മുഴുവൻ എടുത്ത് കഴിച്ചത്? എടീ, ഞാൻ പറമ്പിലെ പണി കഴിഞ്ഞ് ഇങ്ങോട്ട് പോയപ്പോ ഇതിവിടെ കിടന്നു. ആരെങ്കിലും തന്നെ വീണാന്ന് പറഞ്ഞ അടുത്ത് കളയാൻ നോക്കിയതാ. പിന്നെ വിമാനത്തിൽ നിന്ന് വീണായിരിക്കും അമ്മ. ചെറുക്കാം, ഞാൻ കഴിച്ചല്ല എന്ന് പറഞ്ഞു. അച്ഛാ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കഴിച്ചെന്ന് പറയണം. ഈ കൊച്ചിന് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചത് 4 പഴം നിങ്ങൾ എടുത്തും കഴിച്ചല്ലേ? ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാ ഇത്? വേറെ ആരോ കഴിച്ചിട്ടാ. കുറ്റം എന്റെ തലയെ കൊണ്ട് വെക്കാൻ നോക്കുന്നതാ. എന്നെ നോക്കുന്നത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല അമ്മ. ഞാൻ കഴിച്ചിട്ടില്ല. അച്ഛമ്മ എനിക്ക് വിശക്കുന്ന ഉപ്പുമാവ് റെഡി ആയി കാണും. കൊച്ചിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഇവക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. ഇവളുടെ ഭക്ഷണം കൂടെ എടുത്തും കഴിച്ചു എന്നോട് ഉണ്ടാക്കി വൃത്തിയോടെ കാണിക്കരുത് കേട്ടാ. 4 പഴമൊക്കെ എങ്ങനെ കഴിച്ചത്? പോടാ, ഞാൻ അല്ലാന്ന് പറഞ്ഞില്ലേ? അത് പുഴുങ്ങിയ 4 പഴം. ഒരെണ്ണം എനിക്കെങ്കിലും വെച്ചു. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത് കേട്ടാ. ആ ലളിതേ, പാവം കൊച്ച്. ഇപ്പൊ തരാം കേട്ടോ അമ്മി. നീ പഞ്ചസാര കൂട്ടി കഴിക്കൂടി. ഓ കഴിക്കാം. വിശക്കുന്നു. അയ്യോ, ഇതിനകത്ത് വെച്ചിരുന്ന ഉപ്പുമാവന്തിയെ. ഇതെന്താ അച്ഛമ്മ? എനിക്ക് മാത്രം ഒന്നും ഇവിടെ കഴിക്കാനില്ലേ? നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നോണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് ഇത് ആരാ ഇത് കഴിച്ചത്? ലളിതേ, എടി സത്യമായിട്ട് ആ പടം ഞാൻ കഴിച്ചിട്ടില്ല. സത്യം. നിങ്ങളിത് കണ്ടോ? അനത് കാണാനൊന്നുമില്ലല്ലോ. പക്ഷെ ഞാനിവിടെ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചാന്ന് അങ്ങോട്ട് വന്നേ. തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. ആണോ? അവനെ ഉപ്പ എന്ത് ചെയ്തു? അപ്പൂപ്പ എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിത്തരും. എന്നാലും നീ ഉണ്ടാക്കി ഉപ്പ എന്ത് ചെയ്തു? നിങ്ങൾ ഉപ്മാവിന്റെ കാര്യം വിട്. ആ കൊച്ചിന് വല്ല ദോശയോ ചപ്പാത്തിയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അപ്പൂപ്പ അല്ല, അത് വാങ്ങിക്കാം. അത് പിന്നെ പക്ഷെ നീ ഉണ്ടാക്കിയില്ലേ ഉപ്പാവ്? ഉണ്ടാക്കി മനുഷ്യൻ. ഇനി അതിന്റെ കാര്യം വിടുന്നേ. അതിന് വല്ലതും വാങ്ങിച്ചു കൊടുക്കുക. എനിക്ക് കുഴിമന്തി മതി. കുഴിമന്തി. കുഴിമന്തിയാ? അൽഫാമിന്റെ. അല്ല, ഉത്തമൻ എന്തേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഉത്തമനെ തപ്പുന്നേ? അല്ല, ഉത്തമൻ എന്തിയെന്ന്? ഉത്തമനെയൊക്കെ പിന്നെ നോക്കാം. നിങ്ങളെ കൊച്ചിന് വല്ലതും. അപ്പൂപ്പ പ്ലീസ് അപ്പൂപ്പ, വിശന്നിട്ടല്ലേ? മോളെ ദോശ എന്തെങ്കിലും വാങ്ങിച്ചാ പോരെ? അൽഫാം തന്നെ വേണം. കുഴിമന്തി. അതെ, എന്തോ വേണം? അൽഫാം വേണോ കുഴിമന്തി വേണോ? അൽഫാം കുഴിമന്തി. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് വാങ്ങിച്ചു. ശരി, വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. വാങ്ങിട്ട് പറഞ്ഞേ. ഓ, വിശക്കുന്നു. എന്നാൽ ഇത്ര ഉപ്മാവ് ഇത് ആരെടുത്ത് കഴിച്ചേ? അറിഞ്ഞൂടാ. എനിക്കും അറിഞ്ഞൂടാ. നല്ല ഉറക്കമൊന്നുമില്ല. ഇവളല്ലേ പിന്നെ ആരടാ പഴം എടുത്തത്? കണ്ടുപിടിക്കാം. എന്നാലും വിചാരിച്ച മേതൊരു മരുന്നേറ്റ് ഉറങ്ങട്ടെ. ഈ ചെരുപ്പ് ഈക്വാലിറ്റി ഉറങ്ങ എൻ്റെ ചേച്ചി ഉറങ്ങ കേട്ടാ. പെങ്കൾ, എടി ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. മറ്റേ മരുന്നിന്റെ ഇതിലെ ഭയങ്കര വിശപ്പായിരിക്കുമെന്ന് രാജിച്ച വൈദ്യുതി പറയാൻ മറന്നു. എന്ത് തന്നെ മോഹമൊക്കെ ഒരുമാതിരി എന്താണടി ഇത്? അളിയാ ഭയങ്കര വിശപ്പ് തന്നല്ലേ എന്റെ വല്യളിയാ. എന്താ അവളെ ഉറങ്ങുമല്ലേ? പോയ ഉറക്കവും വിശപ്പൊക്കെ തിരിച്ചു വന്നടാ. എവിടത്തും പോയിട്ടില്ലായിരുന്നു. എന്തോ തിന്നു നോക്കളെ? ഉപ്പുമാവും പഴവും. ആണോ? ആ നല്ല സുമേഷ് വാരിത്തരട്ടെ? അല്ല ഞാൻ വാരിത്തരാം. ഞാൻ വാരി കൊടുത്തിട്ടാ എന്റെ മകൾക്ക്. വേണ്ടേ? അവൻ നേരത്തെ തല്ലി എന്നെ. ചെയ്യണ്ട, ഞാൻ വാരി കൊടുക്കണ്ട. അടിച്ചെന്തിന്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ നീ അടിക്കും. എന്റെ ചേച്ചി അടിക്കും. പേച്ചിയോ? ചേച്ചി വാരി കൊടുക്കണ്ട.
ഇറങ്ങി പോടാ പൊരിക്കൊക്കെ ഇറങ്ങി പോടാ ഒന്നോത്തങ്ങ് വാരി കൊടുക്കാൻ വന്നേക്കും ഉറക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ കൂടെ വിശപ്പോ എന്റെ പഴം